ഹലോ, എല്ലാവർക്കും പാർവതീസ് ഫുഡ് ട്രാവൽ ട്രക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ക്ഷേത്ര ദർശനം തന്നെയാണ്. അങ്ങനെ നമ്മൾ എന്താ പറയുന്നത്, ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം നാട്ടിൽ വന്നിട്ട് ഒരു ക്ഷേത്രത്തിൽ പോയില്ലെന്നുണ്ടെങ്കിൽ തിരികെ ലീവ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഉള്ളിലൊരു എന്തോ ഒരു വീർപ്പുമുട്ടലാണ്. അയ്യോ, ഇപ്രാവശ്യം ആ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഇങ്ങനെ ഒരു വിങ്ങലിങ്ങനെ ഉള്ളിൽ കിടക്കും. അത് കാരണം നമ്മൾ ഒട്ടുമിക്ക പോകാൻ പറ്റുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും, നമ്മുടെ വീടിനടുത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും, അത് ഏട്ടൻ്റെ വീടിനടുത്തായാലും എൻ്റെ വീടിനടുത്തായാലും നമ്മൾ കൊച്ചിലെ തൊട്ടേ പോയിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ മാക്സിമം പോകാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യും. മക്കൾക്ക് വേണ്ടി കുറേ ടൈം അവിടെ കൊടുക്കാറുണ്ട്. അവരവിടെ ഇരുന്ന് കുറേ നേരം കളിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യും. അവരുടെ ഇഷ്ടത്തിനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ ചെയ്യും. കാരണം ലീവ് കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് അവരതിനെക്കുറിച്ച് പറയുന്നത്. അയ്യോ, നാട്ടിൽ പോയപ്പോൾ ഇന്ന അമ്പലത്തിൽ പോയില്ലേ, അവിടെ നമ്മൾ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ. കാരണം നാട്ടിലെ ഓർമ്മകൾ ഭയങ്കരമായിട്ട് അവരുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അവർക്ക് ആ ഒരു നാട് എന്നുള്ളൊരു ഫീല് കിട്ടണം. പല കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർക്ക് നാട് ഇഷ്ടമല്ലാത്ത പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പല ആൾക്കാരും പറയാറുണ്ട്, നാട്ടിനേക്കാളും ബെറ്റർ പുറത്താണ് എന്ന് പറയും. പക്ഷേ നേരെ മറിച്ച് ഇവിടെ കുഞ്ചും കാഞ്ചിയും അവർക്ക് നാടാണ് ഏറ്റവും വലുത്. എപ്പോഴും നാട്ടിൽ പോയാൽ മതി, അങ്ങനൊരു ഫീലാണ്. അപ്പം ആ ഒരു ഫീല് നമ്മൾ മാക്സിമം ഉണ്ടാക്കിയെടുക്കാറാണ്. കാരണം അവർക്ക് അവരുടെ നാടിനോട് ഇഷ്ടം കൂടിയാലല്ലേ അവർക്ക് നാട്ടിൽ നിൽക്കാനും തോന്നത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീടിനടുത്തുള്ളൊരു തടി ഡിപ്പോയാണ് കേട്ടോ, അവിടെ വന്നേക്കുകയാണ്. അത് പിന്നെ കാല് കുഴി വീഴുവേ. അത്രേ ഉള്ളല്ലോ. സിമ്പിളാ, പക്ഷെ ഡേഞ്ചർ കേട്ടോ. ആകെ ഇത് ഞാൻ ചെയ്യില്ല കേട്ടോ, കൊച്ചില്ലാതെ ആകെ. ബൈ.